പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ഫോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന കണ്ടീഷനെ കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ക്ലോക്ക് 1 J വാല്യൂ K വാല്യൂ 1 ആകുന്ന കണ്ടീഷനിൽ എപ്പോഴും ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. 01 01 എന്ന് പറയുന്ന ഡേറ്റ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ചേഞ്ചിങ് കണ്ടീഷനെയാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് സൂചിപ്പിക്കുക. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സിംബോളിക് ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തെ ഈ ഒരു റേസ് അറൗണ്ട് കണ്ടീഷൻ, അതായത് ക്ലോക്ക് സിഗ്നൽ 1 J വാല്യൂ 1 K വാല്യൂ 1 ആണ് എങ്കിൽ ഔട്ട്പുട്ടുകൾ എപ്പോഴും 0ൽ നിന്ന് 1ലേക്ക്, 1ൽ നിന്ന് 0യിലേക്ക്, എഗെയിൻ 1ലേക്ക് എന്ന് പറയുന്ന ഒരു റേസിംഗ് ഓവർ കണ്ടീഷൻ ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു കണ്ടീഷനാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് നമ്മൾ സൂചിപ്പിക്കുക. ഈ റേസ് അറൗണ്ട് കണ്ടീഷനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചർ ഞാൻ നിങ്ങൾക്ക് സജഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 ലെക്ചർ മുമ്പായിട്ട് നമ്മൾ എന്താണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എങ്ങനെയാണ് ഔട്ട്പുട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിരുന്നു. 1-1 കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് J വാല്യൂ 1 K വാല്യൂ 1 വെൻ ക്ലോക്ക് ഇസ് 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QN കോംപ്ലിമെൻ്റ് ആണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ ഒരു റേസ് അറൗണ്ട് കണ്ടീഷനെ ഒരു ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ടൈമിംഗ് ഡയഗ്രത്തിൽ ഇൻപുട്ടുകളായിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ക്ലോക്ക് എന്ന് പറയുന്ന സിഗ്നലുണ്ട്. ക്ലോക്ക് 1 ആകാം, 0 ആകാം. ഇനി നമ്മൾ കാണുന്നത് J എന്ന് പറയുന്ന ഇൻപുട്ടും K എന്ന് പറയുന്ന ഇൻപുട്ടുമാണ്. J വാല്യൂവും K വാല്യൂവും എപ്പോഴും 1 തന്നെയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോക്ക് 1 J വാല്യൂ 1 K വാല്യൂ 1 എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ്. ഔട്ട്പുട്ടിനെയാണ് നമ്മളിവിടെ QN+1 എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആദ്യത്തെ ടൈമിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു. ഫസ്റ്റ് ടൈം ഇതാണ്. ക്ലോക്ക് സിഗ്നൽ 1 ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുക? ക്ലോക്ക് സിഗ്നൽ 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു J വാല്യൂ K വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത് ആദ്യമേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0ൽ നിന്ന് അത് 1ലേക്ക് പോയി, 1ൽ നിന്ന് 0യിലേക്ക് വന്നു, എഗെയിൻ അത് 1 ആകുന്നു, 0 ആകുന്നു, 1 ആകുന്നു, 0 ആകുന്നു, 1 ആകുന്നു. ഈ ഒരു ഫ്ലിപ്പിംഗ് ഓവർ കണ്ടീഷനെയാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ റേസ് ചെയ്ത് ക്ലോക്ക് വാല്യൂ 0 ആകുന്ന ഒരു സമയം, ക്ലോക്ക് വാല്യൂ 0 ആകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഇപ്പോൾ എന്ത് ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? മെമ്മറി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റും. നമുക്കറിയാം ക്ലോക്ക് സിഗ്നൽ 0 ആണ് എങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും അത് പോകുന്നത് ഒരു മെമ്മറി കണ്ടീഷനകത്തേക്കാണ്. ക്ലോക്ക് സിഗ്നൽ 0 ആയിരിക്കുമ്പോൾ ഇപ്പോൾ എന്താണോ നമ്മുടെ പ്രസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിനെ കണ്ടിന്യൂ ചെയ്യും. നിലവിൽ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ആ 0യെ ക്ലോക്ക് സിഗ്നൽ 0 ആയിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി എഗെയിൻ ക്ലോക്ക് സിഗ്നൽ 1 ആവുന്ന സമയത്ത് ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ വരുന്നു. 0 ആകുന്ന സമയത്ത് ഇപ്പോൾ എന്താണോ ഔട്ട്പുട്ട് നിൽക്കുന്നത്, ആ ഔട്ട്പുട്ടിനെ അതുപോലെ പ്രിസർവ് ചെയ്യുന്നു. ക്ലോക്ക് 1 ആവുന്ന സമയത്ത് വീണ്ടും അതെന്ത് ചെയ്യുകയാണ്? ഫ്ലിപ്പ് ചെയ്യുന്നു. ക്ലോക്ക് 0 ആകുമ്പോൾ മെമ്മറി കണ്ടീഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ ഡേറ്റ വാല്യൂ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ. പ്രിയ വിദ്യാർത്ഥികളെ, ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്പുട്ട് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷനെ ഒഴിവാക്കാം എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞ റേസ് അറൗണ്ട് കണ്ടീഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈൻ വേവ്, കോസ് വേവ് പോലെയുള്ള വേവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഫുൾ വേവ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഇവിടെ ക്ലോക്ക് സിഗ്നൽ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ഒരു പീക്ക് ആൻഡ് എ ഡിപ്പ്, അതായത് സിഗ്നൽ 1 സിഗ്നൽ 0 ചേരുന്നതാണ് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡിനെ നമ്മളിവിടെ സൂചിപ്പിക്കുന്നു. ഈ ടൈം പീരീഡിൻ്റെ പകുതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് ടൈം പീരീഡ് എന്നുള്ളത്. സാധാരണഗതിയിൽ എപ്പോഴും എല്ലാ ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടുന്നത് വരെയുള്ള ഒരു ഡിലേ ടൈമിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പഗേഷൻ ഡിലേ. ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തത് മുതൽ ഫസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത് വരെയുള്ള ഡിലേ ആണ് നമ്മളിവിടെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് വിളിക്കുക. സാധാരണഗതിയിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് എപ്പോഴും
ഹാഫ് ടൈം പീരീഡിനെക്കാട്ടി ചെറുതായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. സോ എങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലിപ്പിംഗ് ഓവർ അല്ലെങ്കിൽ ടോഗിൾ എന്ന് പറയുന്ന കണ്ടീഷനെ അല്ലെങ്കിൽ റേസ് അറൗണ്ട് കണ്ടീഷനെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോസിബിലിറ്റീസാണ് നമുക്കുള്ളത്. ആദ്യത്തെ പോസിബിലിറ്റി ഇതാണ്: പ്രൊപ്പഗേഷൻ ഡിലേ എപ്പോഴും ഹാഫ് ടൈം പീരീഡിനെക്കാട്ടി ഗ്രേറ്റർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഹാഫ് ടൈം പീരീഡ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേയും കാട്ടി ലെസർ ആണ് എങ്കിൽ നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷനെ ഒഴിവാക്കാം. രണ്ടാമത് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എഡ്ജ് ട്രിഗേർഡ് സർക്യൂട്ട് ആണ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ ഒഴിവാക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു എഡ്ജ് ട്രിഗറിംഗ് മെക്കാനിസം അല്ല, പകരം ലെവൽ ട്രിഗറിംഗ് മെക്കാനിസം ആയിരുന്നു. ഈ ലെവൽ ട്രിഗറിങ്ങിന് പകരം എഡ്ജ് ട്രിഗറിംഗ് യൂസ് ചെയ്താൽ നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷനെ ഒഴിവാക്കാം. എന്നാൽ മൂന്നാമത്തെ കണ്ടീഷനാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തേഡാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. ആ മെത്തേഡ് ഇതാണ്: മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് റേസ് അറൗണ്ട് കണ്ടീഷനെ ഒഴിവാക്കാം. ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും അധികമായിട്ടും യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഈ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചായിരിക്കും നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണെന്നുള്ളതും ആ റേസ് അറൗണ്ട് കണ്ടീഷനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഇൻട്രൊഡക്ഷനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ലെക്ചറിൽ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.